السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അവൻ്റെ ഭവനത്തിൽ അവൻ്റെ ദീനിനെക്കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന, പകർത്തേണ്ടുന്ന, അറിയേണ്ടുന്ന അല്പം ചില കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും പരസ്പരം ചർച്ച ചെയ്യുവാനും നമുക്ക് തൗഫീഖ് നൽകിയതിൽ അള്ളാഹുവിനെ സ്തുതിക്കാം. അൽഹംദുലില്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിതത്തെ പാകവും പക്വവുമാക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. നമുക്ക് ആദ്യമായി ചർച്ച ചെയ്യാനുള്ളത് സമർപ്പണ ബോധവും സമാധാന ജീവിതവും എന്നതിനെക്കുറിച്ചാണ്. സമാധാന ജീവിതം എന്ന് കേൾക്കുമ്പോൾ ആ പദം തന്നെ ദാഹിക്കുന്നവൻ ഒരു തുള്ളി വെള്ളം കിട്ടിയാലുണ്ടാകുന്ന ആശ്വാസം ആ പദം കേൾക്കുമ്പോൾ നമുക്കുണ്ടാകാറുണ്ട്. സമാധാനം എന്ന പദം കേൾക്കാൻ തന്നെ ഒരു മധുരമാണ്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പച്ചയായ ജീവിതത്തിൽ സമാധാനപൂർണമായ ഒരു ജീവിതമുണ്ടാവുക എന്നത് ഏതൊരാളും ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഇവിടെ ഇസ്ലാമിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ നിന്ന് സമാധാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സമർപ്പണമാണ് ആദ്യമായി ഉണ്ടാകേണ്ടത്. സമർപ്പണമാണ് പ്രധാനമായി ഉണ്ടാകുന്നത്. സമാധാനം അതിനെ തുടർന്ന് വരുന്നതാണ്. സമാധാനമുണ്ടായതിന് ശേഷം എൻ്റെ ജീവിതത്തെ സമർപ്പണബോധമുള്ളതാക്കാം എന്നുള്ള ചിന്ത മൗഢ്യമാണ്. ഇസ്ലാം പറയുന്നത് നിങ്ങളുടെ ജീവിതത്തെ അള്ളാഹുവിന് സമർപ്പിക്കുക. അങ്ങനെ സമർപ്പണ ബോധമുള്ള ഒരാൾക്ക് അള്ളാഹു നൽകുന്ന സമ്മാനമാണ് അവൻ്റെ ജീവിതത്തിലെ സമാധാനം എന്നത്. പരിശുദ്ധ ഖുർആൻ ആ കാര്യം നമ്മളോട് പറയുന്നുണ്ട്. ബല മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിനുൻ ഫലഹു അജ്റുഹു ഇൻദ റബ്ബിഹി വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സൻ. അറിയുക, അള്ളാഹുവിന് തൻ്റെ മുഖത്തെ തന്നെ പരിപൂർണമായി സമർപ്പിച്ച ആളുകൾക്ക് സുഹൃതവാനായ നിലയിൽ വിധിവിലക്കുകളുടെ പാലനത്താൽ, വിശ്വാസ രൂപീകരണത്താൽ, കർമ്മപരമായ അച്ചടക്കത്താൽ തൻ്റെ ജീവിതത്തെ അള്ളാഹുവിന് സമർപ്പിച്ചവന് അതിൻ്റെതായ പ്രതിഫലം അള്ളാഹുവിങ്കലുണ്ട്. ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവൻ ദുഃഖിക്കേണ്ടി വരികയില്ല, വ്യസനിക്കേണ്ടി വരികയില്ല എന്നതാണ് അള്ളാഹു പറയുന്നത്. അപ്പോൾ ആദ്യമായി സമർപ്പണബോധമുള്ള അടിമയാവുക എന്നതാണ് പ്രധാനപ്പെട്ട പാഠം. അങ്ങനെയുള്ളവർക്ക് അള്ളാഹു നൽകുന്ന സമ്മാനമാണ് സമാധാനപരമായ ജീവിതം. ഇനി സമാധാനത്തെ ഒന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഏത് സമാധാനമാണ് ഏറ്റവും പ്രധാനമായ സമാധാനം? ചെറിയ ഒരു രാവിലെ സമാധാനമാണോ? ഒരു പകലിലെ സമാധാനമാണോ? ഒരു ചെറിയ ജീവിതത്തിൻ്റെ സമാധാനമാണോ? ഒരു കാലഘട്ടത്തിലെ സമാധാനമാണോ? ഏത് സമാധാനത്തെക്കുറിച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബോധവാന്മാരാകേണ്ടത്, ആഗ്രഹം വെച്ച് പുലർത്തേണ്ടത്? ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സമാധാനം ഒരു കുറഞ്ഞ കാലഘട്ടങ്ങളിലുള്ള സമാധാനമല്ല. ഒരു നൈമിഷികമായ സമാധാനാന്തരീക്ഷത്തെക്കുറിച്ചല്ല ഇസ്ലാം ലോകത്തോട് പറയുന്നത്. മറിച്ച് പരിധികളില്ലാത്ത സമാധാനത്തെക്കുറിച്ചാണ്.
ഇഹലോകത്തിലെയും പരലോകത്തിലെയും സമാധാനത്തെക്കുറിച്ചാണ് ഇസ്ലാം നമ്മളോട് പറയുന്നത്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കേണ്ടത്, അങ്ങനെയാണ് നമ്മളോട് ഇസ്ലാം പറയുന്നത് എങ്കിൽ നമ്മൾ ആഗ്രഹിക്കേണ്ടുന്ന സമാധാനം ഏതാണ്? എനിക്കെൻ്റെ സമാധാനം ദുനിയാവിൽ വേണം, പരലോകത്തിൽ വേണം. അവിടെയും ചെറിയൊരു കാറ്റഗറൈസ് ചെയ്യേണ്ടതുണ്ട്. ഏതാണ് ഏറ്റവും വലിയ ലോകം? പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ദുനിയാവ് എന്ന് പറഞ്ഞാൽ വമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ ലഇബുൻ വലഹ്. ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് ഒരൽപ്പം കളിയും വിനോദവും എല്ലാമാണ്. എന്നാൽ വ ഇന്നദ്ദാറൽ ആഖിറത ലഹിയൽ ഹയവാൻ, യഥാർത്ഥമായ ജീവിതം എന്ന് പറഞ്ഞാൽ അത് പരലോക ജീവിതമാണ്. ലൗ കാനൂ യഅലമൂൻ, നിങ്ങൾ അറിവുള്ളവരാണ് എങ്കിൽ, നിങ്ങൾ ചിന്തിക്കുന്നവരാണ് എങ്കിൽ മനസ്സിലാക്കുക, പരലോകത്തിലെ ജീവിതമാണ് ഏറ്റവും കൂടുതൽ യഥാർത്ഥമായ ജീവിതം എന്ന് പറഞ്ഞ ദുനിയാവിലേത് നൈമിഷികം മാത്രമാണ്. സഹോദരന്മാരെ, അറ്റമില്ലാത്ത ലോകത്തിലെ സമാധാനവും നൈമിഷികമായ ലോകത്തിലെ സമാധാനവും ഇസ്ലാം സംഭാവന ചെയ്യുന്നു. ആർക്ക്? സമർപ്പിത ബോധമുള്ള ഓരോ അടിമക്കും. ഇതാണ് ഇസ്ലാമിലെ സമാധാനം എന്ന് പറഞ്ഞാൽ. സഹോദരന്മാരെ, അങ്ങനെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദുനിയാവിലെ സമാധാനത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ പരലോകത്തെ സമാധാനം കിട്ടുമോ? ഒരാൾ ദുനിയാവിൽ എൻ്റെ ജീവിതം സമാധാനപൂർണമാകണം എന്ന ലക്ഷ്യത്തോടുകൂടി അതിനായി പരിശ്രമിക്കുന്നു എങ്കിൽ അവന് പരലോകത്തിന് സമാധാനം കിട്ടുമോ? ഖുർആൻ പറയുന്നത് കിട്ടൂല എന്നാ, ഇസ്ലാം പറയുന്നത് കിട്ടില്ല എന്നാ. എന്നാൽ പരലോകത്തിലെ സമാധാനത്തിന് വേണ്ടി ഒരാൾ പരിശ്രമിക്കുമ്പോൾ യാന്ത്രികമായി, സ്വാഭാവികമായി ദുനിയാവിലെ സമാധാനം അവനിലേക്ക് വരുമെന്നാണ് ഇസ്ലാം പറയുന്നത്. അനശ്വരമായ ലോകത്തിലെ സമാധാനത്തിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ നശ്വരമായ ലോകത്തിലെ സമാധാനം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിലേക്ക് ഞാൻ സമ്മാനമായി നൽകുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അങ്ങനെ പരിശ്രമിച്ചവരുടെ ഉദാത്തമായ ജീവിത മാതൃക നമുക്ക് നമ്മുടെ ഇസ്ലാമിക ചരിത്രത്തിൽ കാണുവാനും കഴിയും. കാരണം എന്താണെന്നറിയോ? പരലോകത്തിലെ സങ്കടമാണ്, പരലോകത്തിലെ അസമാധാനമാണ്, പരലോകത്തിലെ സംഘർഷമാണ് ഏറ്റവും വലിയ സംഘർഷം. പരിശുദ്ധ ഖുർആൻ അത് നമ്മളോട് പറയുന്നുണ്ട്. സൂറത്തു തൗബയിലെ 63-ാമത്തെ വചനം, അവിടെ നമുക്ക് കാണാം, അലം യഅലമു അന്നഹു മൻ യുഹാദിദില്ലാഹ വറസൂലഹു ഫഇന്ന ലഹു നാറ ജഹന്നമ ഖാലിദൻ ഫീഹാ ദാലികൽ ഖിസ്യുൽ അളീം. നിങ്ങൾക്കറിയില്ലേ, അവർക്കറിയില്ലേ? അള്ളാന്റെ ചോദ്യമാണ്. അവർക്കറിയില്ലേ, ആരെങ്കിലും അള്ളാഹുവിനും അള്ളാഹുവിന്റെ പ്രവാചകനും എതിര് പ്രവർത്തിച്ചാൽ അവനുള്ളത് നരകമാകുന്നു, അതിൽ അവൻ ശാശ്വതമാകുന്നു. ഏറ്റവും വലിയ നിന്യത അത് തന്നെയാണ്. സഹോദരന്മാരെ, ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. ഏറ്റവും വലിയ നിന്യത, ഏറ്റവും വലിയ ദുഃഖം, ഏറ്റവും വലിയ അസമാധാനം ഏതാണ്? പരലോകത്തിലെ അസമാധാനമാണ്. അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ പ്രവാചകനും എതിരെ പ്രവർത്തിച്ചാൽ അവനുള്ളത് നരകമാണ്. നിങ്ങൾക്കറിയില്ലേ, അവർക്കറിയില്ലേ? ആ അറിവിൽ നിന്നാണ് അവിടെ സജ്ജനങ്ങൾക്ക്, സദ്വൃത്തർക്ക്, സത്യവിശ്വാസികൾക്ക് സമാധാനത്തിന്റെ ഭവനം സലാം, അവിടേക്കുള്ള അഭിവാദ്യ വചനം തന്നെ എന്താണ്? സലാമുൻ അലൈക്കും ത്വിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക, ഏറ്റവും നല്ല സുന്ദരമായ ജീവിതം ജീവിച്ചതിന് നിങ്ങൾക്കുള്ള പ്രതിഫലമായി ഒരുക്കിയ സ്വർഗത്തിലേക്ക് നിങ്ങൾ സമാധാനപൂർവ്വം നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക. സ്വർഗാവകാശികൾക്കുള്ള അഭിവാദ്യം തന്നെ സമാധാനമാണ്. അനശ്വരമായ ലോകത്തിൽ സമാധാനം. ഈ അനശ്വരമായ ലോകത്തിലെ സമാധാനം ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക്, അവിടെയുള്ള അസമാധാനത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന വ്യക്തികൾക്ക് അള്ളാഹു നൽകുന്ന സമ്മാനമാണ് ഇഹലോകത്തിലെ സമാധാനം എന്ന് പറഞ്ഞാൽ. സമർപ്പണത്തിലൂടെ മാത്രമേ സമാധാനം സാധ്യമാവുകയുള്ളൂ. അതിനാര് തയ്യാറുണ്ട്? അങ്ങനെ തയ്യാറുള്ള ഒട്ടനവധി ഉദാഹരണങ്ങൾ. ഒന്നാമത്തത് നമുക്കറിയാം, മഹദിയായ കവിയത്രിയായ ഖൻസ റളിയല്ലാഹു അൻഹ. ഖൻസ റളിയല്ലാഹു അൻഹയെ കുറിച്ച് നമുക്കറിയാം, ജാഹിലിയ കാലത്തിൽ ഏറ്റവും ഉന്നതമായ കവിതകൾ രചിച്ച് ആളുകളെ അത്ഭുതപ്പെടുത്തിയ മഹദിയാണ്. അവരുടെ ഇസ്ലാമിന് മുമ്പുള്ള കാലഘട്ടത്തിൽ അവരുടെ ഒരു സഹോദരൻ മരിച്ചു പോകുന്നുണ്ട്. തൻ്റെ സഹോദരന്റെ വേർപാടിൽ കരഞ്ഞുകൊണ്ട്
ഭൂമിക്ക് മുകളിലൂടെ കവിത പാടി നടന്നിരുന്ന ഹൻസ. തന്റെ സഹോദരന്റെ വേർപാടിൽ അവരും കരഞ്ഞു, അവരുടെ കവിത കൊണ്ട് സമൂഹവും കരഞ്ഞു. അങ്ങനത്തെ കവിത രചിച്ച് നടന്നിരുന്ന, കവിത പാടി നടന്നിരുന്ന വിലാപകാവ്യത്തിന്റെ ഉടമയായിരുന്നു ആര്? ഹൻസ. അവർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. തൻ്റെ ജീവിതത്തെ അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ പ്രവാചകനും സമർപ്പിച്ച് മുസ്ലിമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം ഒരാളല്ല, രണ്ടാളല്ല, മൂന്നാളല്ല, തൻ്റെ നാല് മക്കൾ അള്ളാഹുവിന് വേണ്ടി ഷഹീദാവുന്നുണ്ട്. ആ സമയത്ത് അവർ പറയുന്നുണ്ട്, അൽഹംദുലില്ലാഹില്ലദീ ശറഫനി ബിഇസ്തിഷ്ഹാദിഹിം വഇന്നി അസ്അലുല്ലാഹ അൻ യജ്മഅനി മഅഹും ഫീ മുസ്തഖറി റഹ്മതിഹി. വിലാപകാവ്യമല്ല, നാടുനീളെ തന്റെ സഹോദരന്റെ വേർപാടിൽ വിലപിച്ച് നടന്നിരുന്നത് പോലെയുള്ള വിലാപമല്ല. അവര് പറഞ്ഞത് എന്താണ്? അൽഹംദുലില്ലാഹില്ലദീ, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും, തന്റെ മക്കളെ ഷഹീദാകാൻ വേണ്ടി തൗഫീഖ് നൽകിയ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അവരോടൊപ്പം പരലോകത്തിലെ നിത്യവാസത്തിൽ സന്തോഷമായി സമാധാനമായി എന്നെയും ചേർക്കാൻ ഞാൻ എൻ്റെ റബ്ബിനോട് ചോദിക്കുന്നു എന്ന ഉദാത്തമായ ഉന്നതമായ സമാധാനത്തിൻ്റെ ഹൃദയത്തിൽ നിന്നു വന്ന ഒരു വികാര പ്രകടനമാണ് ഹൻസയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം എന്താണെന്നറിയോ? പരലോകത്തിലെ സമാധാനം കൊതിച്ചപ്പോ ഇഹലോകത്തിൽ വന്ന വൻ ദുരന്തങ്ങൾ പോലും സമാധാനത്തോടുകൂടി ശാന്തിയോടുകൂടി തരണം ചെയ്യുവാനും അതിനെ പ്രതിരോധിക്കുവാനുമുള്ള കഴിവ്, കരുത്ത് അള്ളാഹു അവർക്ക് നൽകി എന്നതാണ്. ഇനിയും കാണാം, നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ അപസ്മാര രോഗിയായ ഒരു സ്ത്രീ വരുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല ഉരീക ഇംറഅതൻ മിൻ അഹ്ലിൽ ജന്ന, ദാ സ്വർഗാവകാശിനിയായ ഒരു പെണ്ണിനെ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെയോ? ഖുൽതു, ഞാൻ പറഞ്ഞു, ബല ഹാദിഹിൽ മർഅത്തു സൗദാ, ആ കറുത്ത സ്ത്രീയാണ്. എന്താണ്? അത്തത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലത്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് അവർ പറഞ്ഞു, പ്രവാചകരെ, എനിക്ക് അപസ്മാര രോഗമുണ്ട്, ഞാനിങ്ങനെ വീണു പോകുമ്പോൾ എൻ്റെ വസ്ത്രങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും, അതുകൊണ്ട് ആ രോഗം മാറാൻ പ്രവാചകരെ അങ്ങ് പ്രാർത്ഥിക്കണം. ദുനിയാവിലെ ഏറ്റവും വലിയ സങ്കടമാണത്, അല്ലേ? ഏറ്റവും വലിയ അസമാധാനമാണത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പ്രവാചകൻ എന്താ പറഞ്ഞത്? ഇൻ ശിഇതി സബർതി വലകിൽ ജന്ന, നീ ക്ഷമിക്കുകയാണെങ്കിൽ, നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിനക്ക് ക്ഷമിക്കാം, നിനക്ക് സ്വർഗമുണ്ട്. വലകിൽ ജന്ന, നിനക്ക് സ്വർഗമുണ്ട്. അതല്ല, നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോ അവർ തെരഞ്ഞെടുത്തത് എന്താണെന്നറിയോ? തന്റെ അപസ്മാര രോഗം കൊണ്ടുണ്ടാകുന്ന മാനസിക സംഘർഷം, അതിനേക്കാൾ വലിയ സംഘർഷത്തിന്റെ ലോകത്ത് എനിക്കൊരു സമാധാനത്തിന്റെ ഭവനം ഈ പ്രയാസങ്ങളിൽ ക്ഷമിക്കുമ്പോൾ എനിക്ക് ലഭിക്കുമെങ്കിൽ പ്രവാചകരെ, എനിക്ക് ആ സമാധാനമാണ് വലുത്, അതുകൊണ്ട് ഞാൻ ക്ഷമിക്കാം പ്രവാചകരെ. എന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, എനിക്കൊരു പ്രശ്നമില്ല, പക്ഷേ ഞാനിങ്ങനെ അപസ്മാരെടുത്ത് വീഴുന്ന സമയത്ത് എൻ്റെ നഗ്നത കാണാതിരിക്കാൻ അങ്ങ് പ്രാർത്ഥിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനു വേണ്ടി പ്രാർത്ഥിച്ചു. എത്രയെത്ര ഉദാഹരണങ്ങൾ! മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഉന്നതമായ വചനങ്ങളിൽ കാണാം, എനിക്ക് രോഗം ഇഷ്ടമാണ്, കാരണം എൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമല്ലോ. എനിക്ക് ദാരിദ്ര്യം ഇഷ്ടമാണ്, ഞാൻ വിനയാന്വിതനാകുമല്ലോ. എനിക്ക് മരണം ഇഷ്ടമാണ്, എൻ്റെ റബ്ബിലേക്ക് എനിക്ക് ചേരാമല്ലോ. കാരണം എന്താണ്? ദുനിയാവിൽ നമ്മൾ സംഘർഷത്തിലാകുന്ന, അസമാധാനത്തിലാകുന്ന, മനക്ലേശത്തിലാകുന്ന ഓരോരോ സംഭവങ്ങളെയും അതിനേക്കാൾ വലുത് പരലോകത്തിലുണ്ട് എന്ന് വിചാരിച്ച് പരലോകം തെരഞ്ഞെടുത്തപ്പോ ദുനിയാവിലെ എല്ലാ സംഘർഷങ്ങളും അവർക്ക് സമാധാനത്തിന്റെ ഗേഹമായി പരിവർത്തിപ്പിക്കപ്പെട്ടു. നമുക്കറിയാം, ഒരു സഹാബി പ്രവാചകന്റെ അരികിൽ വരികയാണ്, പക്ഷിക്കുഞ്ഞിനെ പോലെ മെലിഞ്ഞു പോയിട്ടുണ്ട്. പ്രവാചകൻ ചോദിച്ചു, എന്തു പറ്റി? അങ്ങേക്ക് എന്തു പറ്റി? അദ്ദേഹം പറഞ്ഞു, ഒന്നുമില്ല. അദ്ദേഹത്തോട് പ്രവാചകൻ ചോദിച്ചു, വല്ലതും പ്രാർത്ഥിക്കാറുണ്ടോ? അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന,
സമാധാനം സമർപ്പണത്തിലൂടെയാണ് സമാധാനം എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഈ വചനം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ തേട്ടങ്ങളാണ്, ആഗ്രഹങ്ങളാണ്, നൊമ്പരങ്ങളാണ് അവർ പ്രകടിപ്പിച്ചത്. അദ്ദേഹം പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. അല്ലാഹുവേ, നീ എനിക്ക് വല്ലതും പരലോകത്ത് ശിക്ഷയായി നൽകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതുകൂടി എനിക്ക് ദുനിയാവിൽ തന്നുകൊള്ളുക. പരലോകത്ത് എനിക്കത് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് അതുകൂടി ഞാൻ ദുനിയാവിൽ ഏറ്റെടുത്തുകൊള്ളാം. പ്രവാചകൻ ഇത് കേട്ടപ്പോൾ പ്രവാചകൻ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് മസ്തതഅത്, ഒരിക്കലും നിനക്കതിന് സാധ്യമല്ല. എന്തുകൊണ്ട് നിനക്കങ്ങനെ പറഞ്ഞുകൂടാ? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖനാ അദാബന്നാർ. അല്ലാഹുവേ, ദുനിയാവിൽ എനിക്ക് നന്മ നൽകണേ, പരലോകത്തിലും എനിക്ക് നന്മ നൽകണേ, നരകത്തിൽ നിന്ന് നീ എന്നെ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കണം. സഹോദരന്മാരെ, പരമപ്രധാനമായത് പരലോകത്തിലെ സമാധാനം തന്നെയാണ്. അത് കൊതിക്കുന്നുണ്ടോ? നമ്മൾ സങ്കടപ്പെടുന്നത് എത്രയെത്ര സങ്കടങ്ങളാണ് ഓരോ ദിവസങ്ങളിലും ചപ്പുകളും ചവറുകളും പോലെ, പേമാരികൾ പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒലിച്ചും പെയ്തും ഇറങ്ങുന്നത്. ഒരുപാട് സംഘർഷങ്ങൾ, അതിലെത്രയെത്ര സംഘർഷങ്ങളുണ്ട്, അതിലെത്രയെത്ര സങ്കടങ്ങളുണ്ട്, അതിലെത്രയെത്ര നോവുകളുണ്ട്. പരലോകത്തിന്റെ വിഷയത്തിലുള്ള നോവുകൾ, പരലോകത്തിന്റെ വിഷയത്തിലുള്ള സംഘർഷങ്ങൾ, ഏകനായി ഖബറിൽ കിടക്കേണ്ടുന്നതിന്റെ പ്രയാസങ്ങൾ എത്രയുണ്ട്. നൈമിഷികമായ ജീവിതത്തിലെ സംഘർഷങ്ങളാണ് പലപ്പോഴും കടന്നു വരുന്നത്. അതിലെ പ്രശ്നങ്ങളാണ്, പ്രതിസന്ധികളാണ്, അതിലെ പരിഹാരങ്ങളാണ് തേടിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു പറഞ്ഞു വൽ ആഖിറത്തു, ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ അത് വെറും കളിയും തമാശയുമാണ്. വൽ ആഖിറത്തു ഖൈറുൻ വഅബ്ഖാ ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയാ വൽ ആഖിറത്തു ഖൈറുൻ വഅബ്ഖാ. ദുനിയാവിലേക്കാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്, എന്നാൽ പരലോകമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. സഹോദരന്മാരെ, ഇങ്ങനെ ഉള്ള ഒരു ജീവിതത്തെ നമ്മൾ എന്ന് പുൽകുവാൻ നമുക്ക് സാധിക്കുന്നുവോ, ഈ നൈമിഷികമായ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും അവിടെ പരിഹാരമുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. സഹോദരന്മാരെ, ഇങ്ങനെ നമ്മൾ അള്ളാഹുവിന് പരിപൂർണമായി സമർപ്പിക്കുന്ന യഥാർത്ഥമായൊരു മുസ്ലിമായി ജീവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സമാധാനമാണ് ഇത്തരത്തിലുള്ള സമാധാനം. പരലോകത്തിൻ്റെ മുമ്പിൽ, സ്വർഗത്തിൻ്റെ മുമ്പിൽ, നരകത്തിൻ്റെ മുമ്പിൽ എല്ലാം ചെറുതായി പോകുന്ന ഒരവസ്ഥ. അപ്പോൾ ആ ചെറിയൊരു കാര്യത്തെ തരണം ചെയ്യുവാൻ നമുക്ക് എളുപ്പം സാധിക്കും. ഇനി അത് മാത്രമല്ല, ഇസ്ലാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ ഫ്രീ ആയിട്ട് വിടല്ല, ആയുധമില്ലാതെ പടക്കളത്തിലേക്ക് വിടല്ല. സായുധരായി നിങ്ങൾ പടപൊരുതാൻ വേണ്ടി ദുനിയാവിലെ ജീവിതത്തിന്റെ പടക്കളത്തിലേക്ക് ഖുർആൻ, ഇസ്ലാം വിടുകയാണ്. ചില ആയുധങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന, അപ്രതീക്ഷിതമായും പ്രതീക്ഷിതമായും കടന്നു വരുന്ന പ്രതിസന്ധികളെ പ്രതിരോധിക്കുവാൻ വേണ്ടി സായുധരായി നിൽക്കുവാൻ വിശ്വാസപരമായിട്ടുള്ള സായുധ സേനയെയാണ് അള്ളാഹു ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര തന്നെ നല്ലോണം ജീവിച്ചാലും ശ്രദ്ധിക്കാതെ ജീവിച്ചാലും ശ്രദ്ധിച്ച് ജീവിച്ചാലും പല പരീക്ഷണങ്ങളും കടന്നു വരും. അവിടെ എങ്ങനെ അതിനെ പ്രതിരോധിക്കണമെന്നുകൂടി ഇസ്ലാം പഠിപ്പിച്ചിരുന്നുണ്ട്. ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ, പ്രയാസങ്ങളെ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത്, അതിന് ചില പ്രതിരോധ മാർഗങ്ങൾ ഇസ്ലാം നമ്മളോട് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രതിരോധ മാർഗം എന്ന് പറഞ്ഞാൽ വിശ്വാസം തന്നെയാണ്. വിശ്വാസത്തിൻ്റെ തീവ്രതക്കനുസരിച്ചാണ്, വിശ്വാസം എത്രയുണ്ടോ, നമ്മളെ സമാധാനത്തിൻ്റെ പൂർണ്ണത എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലാണ്. നമുക്ക് വിശ്വാസത്തിൻ്റെ പൂർണ്ണത എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നമ്മൾക്ക് ഓരോ വിഷയങ്ങളെയും അഭിമുഖീകരിക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ വിഷയങ്ങളെയും നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്നറിയോ? നമ്മുടെ വിശ്വാസത്തിൻ്റെ തീവ്രതക്കനുസരിച്ചാണ്. അത് ബലഹീനമാണെങ്കിൽ നമ്മൾ അതിനോട് എടുക്കുന്ന സമീപനങ്ങളും ബലഹീനമായി പോകും. അത് സജീവമാണ് എങ്കിൽ അതിനെ പ്രതിരോധിക്കുന്ന മേഖലകളിൽ നമ്മൾ ഊർജ്ജസ്വലരായിരിക്കുകയും ചെയ്യും. അതിൽ പരിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗം, ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗം ഖലാ ഖദറിലുള്ള വിശ്വാസമാണ്.
ഖലാ ഖദറിലുള്ള വിശ്വാസം. ജീവിതത്തിൽ എന്ത് സങ്കടങ്ങളും സന്തോഷങ്ങളും സന്താപങ്ങളും വരുന്നത് അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരമാണ് എന്നുള്ള ഏറ്റവും ലഘുവായ എന്നാൽ പരമപ്രധാനമായ പാഠം പരിശുദ്ധ ഖുർആൻ അത് നമ്മളോട് പറയുന്നുണ്ട്. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ലികൈ ലാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. അല്ലേ, അള്ളാഹു പറയുകയാണ്, നിങ്ങൾക്ക് ദുനിയാവിൽ ഭൂമിയിൽ നിന്ന് അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്വന്തത്തിലോ ഒരു പ്രയാസങ്ങളും ബാധിക്കുന്നില്ല. ഇല്ലാ മിൻ ഖബ്ലി അൻ നബ്റഅഹാ, അള്ളാഹു അത് മുമ്പ് രേഖപ്പെടുത്തി വെച്ചിട്ടല്ലാതെ. അത് അള്ളാഹുവിന് എളുപ്പമുള്ളതാണ്. എന്തിനാണ്? ലികൈ ലാ തഅസൗ അലാ മാ ഫാതകും വലാ തഫ്റഹു ബിമാ ആതാകും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൽ നിങ്ങൾ അതിയായി സങ്കടപ്പെടാതിരിക്കാനും നിങ്ങൾക്ക് ലഭിച്ചതിൽ നിങ്ങൾ അത്യാഹ്ലാദിക്കാതിരിക്കാനുമാകുന്നു ഇത് എന്ന് അള്ളാഹു പറയുന്നു. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. സഹോദരന്മാരെ, ഇതൊരു അടിസ്ഥാന വിശ്വാസമാണ്. എന്ത് വന്നാലും അത് നേരത്തെ തന്നെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ള കൃത്യമായ ബോധം നമ്മളെ ഏതിലേക്ക് എത്തിക്കുന്നറിയോ? വലാ തഅസൗ അലാ മാ ഫാതകും, നഷ്ടപ്പെട്ടു പോയതിൽ നിങ്ങൾ വ്യസനിക്കാതിരിക്കാൻ, അസമാധാനം ഉണ്ടാവാതിരിക്കാൻ. പ്രയാസങ്ങൾ ഭാര്യന്ന് വരും, മക്കളിൽ നിന്ന് വരും, കൂട്ടുകാരിൽ നിന്ന് വരും, കുടുംബക്കാരിൽ നിന്നും, സാമ്പത്തികമായി പല തരത്തിലുള്ള പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും ആഗ്രഹിക്കാതെ, നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ നിമിഷ നേരം കൊണ്ട്, അല്ലേ, തൊട്ടടുത്ത മിനിറ്റിൽ സമാധാനത്തോടുകൂടി നിന്ന ആളായിരിക്കും. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ എല്ലാ മുഖഭാവവും മാറും. പെർ സെക്കൻഡ് കൊണ്ടാണ്. കാരണം എന്താ? പ്രതീക്ഷിക്കാതൊരു ന്യൂസ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, പ്രതീക്ഷിക്കാത്ത ഒരു ഇൻസിഡന്റ് അദ്ദേഹം തിരിച്ചറിയുമ്പോൾ പെട്ടെന്ന് മാറിപ്പോവാണ്. അവിടെ ആയുധമായി ഉപയോഗിക്കുവാൻ അള്ളാഹു പറയുന്നു, ലികൈ ലാ തഅസൗ അലാ മാ ഫാതകും വലാ തഫ്റഹു ബിമാ ആതാകും. എന്താണ്? ഒരു കാര്യവും അള്ളാഹു നേരത്തെ നിശ്ചയിക്കാത്തത്, അള്ളാഹ് നിശ്ചയിച്ചതാണിത് എന്ന ഒന്നാമത്തെ പാഠം. ആ പാഠത്തിൽ നിന്നാണ് രണ്ടാമത്തെ ആയുധം അവൻ എടുക്കുന്നത്. രണ്ടാമത്തെ ആയുധം എന്താണെന്നറിയോ? ഇങ്ങനെ ദൃഢമായി ബോധ്യമുള്ള ഒരാള് സ്റ്റേബിളായി അവൻ വീണുപോകുന്നതിൽ നിന്ന് അവൻ നേരെ നിൽക്കുന്നു. ഈ വിശ്വാസം. ഇനി അവനൊരു പിടികയറാണ് വേണ്ടത്. ആ പിടികയറാണ് തവക്കുൽ എന്നുള്ള രണ്ടാമത്തെ ആയുധം അവന് നൽകുന്നത്. തവക്കുൽ എന്നുള്ള അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. കാരണം എന്താ? ഇത് നൽകിയവനും തിരിച്ചെടുത്തവനും, പ്രതീക്ഷിക്കാതെ നൽകിയവനും ഞാൻ പോലും പ്രതീക്ഷിക്കാതെ ഇത് തിരിച്ചെടുക്കാൻ കഴിവുള്ളവനുമായ റബ്ബിൽ റഹ്മാനിൽ ഞാനിത് ഏൽപ്പിക്കാൻ പോവാണ്. ഈ പ്രശ്നത്തെ, ഈ പ്രതിസന്ധിയെ, ഈ സംഘർഷത്തെ, എൻ്റെ ജീവിതത്തിന്റെ മനസ്സിന്റെ എല്ലാവിധ ക്ലേശങ്ങളെയും ഞാൻ എൻ്റെ റബ്ബിനെ ഏൽപ്പിക്കാൻ പോവാണ്. അതാണ് തവക്കുൽ എന്ന് പറഞ്ഞാൽ. ഇതൊരു യാന്ത്രികമായി വെറുതെ തവക്കൽതു അലല്ലാഹ് എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്നൊരു സാധനമല്ല. അങ്ങനെ പറയുന്ന ആളുകൾക്ക് അത്ര സമാധാനം ഉണ്ടാവും, അല്ലേ? ഒരു ഓപ്പൺ ആയിട്ട് വെറുതെ ഒരു തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ആളുകൾക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. മറിച്ചൊരു പിടിവള്ളിയായി, ഒരു പിടികയറായി തവക്കുൽ അവന് പരിവർത്തിപ്പിക്കണമെങ്കിൽ ഇത്തരം വിശ്വാസത്തിന്റെ രൂഢമൂലമായ ഒരു വേരിൽ നിന്ന് വേണം ഈ തവക്കുൽ വരാൻ. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ്ഖ തവക്കുലിഹി ലറസഖകും കമാ യർസുഖു തയ്ർ. നിങ്ങൾ അല്ലാഹുവിൽ യഥാർത്ഥമായ തവക്കുൽ നൽകുകയാണെങ്കിൽ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെ അള്ളാഹ്ക്ക് ഭക്ഷണം നൽകും. എങ്ങനെയാ? വയറൊട്ടിയവരായി രാവിലെ പോകും, വയർ നിറച്ചവരായി വൈകുന്നേരം തിരിച്ചു വരും എന്ന് പറഞ്ഞാൽ എന്താ? അവരൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അത് കിട്ടുമെന്ന്. എവിടെയാണെന്നറിയില്ല. അപ്രതീക്ഷിതമായ സഹായം അല്ലാഹുവിങ്കൽ നിന്നുണ്ടാവും. നമുക്കറിയാം മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം. മൂസാ നബി അലൈഹിസ്സലാം തന്റെ സമൂഹത്തെയുമായി ഫിർഔനിന്റെ കിങ്കരന്മാരിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന സമയമുണ്ട്. അവിടെ അവർ പിന്നാലെ കൂടാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഫലമ്മാ തറാ അൽ ജംആനി ഖാല അസ്ഹാബു മൂസാ ഇന്നാ ലമുദ്റകൂൻ. സ്വാഭാവികമായ ചിന്തയാണ്. അവരിങ്ങനെ പോയപ്പം പിന്നിൽ ഫിർഔനിന്റെ സംഘമുണ്ട്, സൈന്യമുണ്ട്, മുമ്പിൽ ആർത്തിരമ്പുന്ന കടലുണ്ട്. സ്വാഭാവികമായ മനുഷ്യന്റെ ഒരു വികാര പ്രകടനം അവരും നടത്തി. ഇന്നാ ലമുദ്റകൂൻ. കടലിലേക്ക് എന്തായാലും എടുത്ത് ചാടാൻ പറ്റില്ല, അവിടെ നിൽക്കുമ്പോൾ അവർ പിടിക്കും.
ഇന്നാ ലമുദറക്കുൻ. അവിടെ തവക്കുലിന്റെ യഥാർത്ഥമായ മാതൃകയായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഒരു വാക്ക് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. കല്ലാ കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. ഒരു പ്രശ്നവുമില്ല. ഇന്ന മഅയ റബ്ബി, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. ആ റബ്ബെനിക്ക് വഴി കാണിക്കും. കാണിച്ചില്ലേ? അത്ഭുതങ്ങൾ ഉണ്ടായില്ലേ? പ്രകൃതിയുടെ പ്രതിഭാസത്തെ പോലും മാറ്റിക്കൊണ്ടാണ് അള്ളാഹുവിന്റെ സഹായം ഓരോന്നുണ്ടായത്. ഇതാണ് തവക്കുലിന്റെ കരുത്ത് എന്ന് പറഞ്ഞാൽ. ഇത് വിശ്വാസത്തിൽ നിന്നുണ്ടാവണം. യാന്ത്രികതയിൽ ഉണ്ടായാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈമാനിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന തവക്കുൽ എവിടെയുണ്ടോ അവിടെ നിലച്ചു പോകാത്ത സമാധാനത്തിന്റെ തളിനീരുകൾ നമുക്ക് കാണാൻ കഴിയും. മൂന്നാമത്തത് പിടിച്ചു നിന്നാൽ മാത്രം പോരാ. അവിടെയും അള്ളാഹു പറയുന്നു, മുന്നോട്ട് പോകണം, അവർക്ക് അതിജീവിക്കണം, ഒരുത്തിൽ നിന്നു പോകരുത്. അവിടെയാണ് വീണ്ടും ഒരു ആയുധം കൊടുക്കുന്നത്, സബ്ർ എന്നുള്ള ആയുധം, ക്ഷമ എന്നുള്ള ആയുധം. ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. കണക്കില്ലാണ്ടാണ് കൊടുക്കണം പറഞ്ഞത്. സ്വാബിരീങ്ങളായ ആളുകൾക്ക് അള്ളാഹു പ്രതിഫലം കൊടുക്കുന്നത് എങ്ങനെയാന്നാ? കണക്കൊന്നും ഉണ്ടാവില്ല. ഇന്നതായതുകൊണ്ട് ഇത്ര കൊടുത്താൽ മതി, അങ്ങനെ കണക്കൊന്നുമില്ല എന്നാ. അള്ളാഹു കണക്കില്ലാണ്ട് പ്രതിഫലം കൊടുക്കും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ? പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ബഖറ അത് നമ്മളോട് പറയുന്നത് കാണാം. എന്താണ്? വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. നിങ്ങളെ ദുനിയാവിൽ പലവിധ പരീക്ഷണങ്ങളാലും ഞാൻ നിങ്ങളെ പരീക്ഷിക്കും, പ്രതിസന്ധികളാലും നിങ്ങളെ പരീക്ഷിക്കും. അവിടെ ഫബശ്ശിരിസ് സാബിരീൻ, ക്ഷമാലുക്കർക്ക് സന്തോഷം. ആരായി സന്തോഷ വാർത്ത നൽകുന്നത്? നമ്മൾ ഏതെങ്കിലും ഗവൺമെന്റ് ഒന്നല്ല, കമ്പനി ഒന്നല്ല, റബ്ബുൽ ആലമീനാണ് സന്തോഷ വാർത്ത നൽകുന്നത്. ആകാശ ഭൂമികളുടെ റബ്ബ് സന്തോഷ വാർത്ത നൽകുകയാണ്. വബശ്ശിരിസ് സാബിരീൻ അല്ലദീന ഇദാ അസാബതുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് വെറുതെ ഒരു വർത്താനല്ല. നേരത്തെ പറഞ്ഞതിലേക്ക് എന്നെ മടങ്ങിപ്പോയി. ഇവിടെ ഒന്നുമില്ല, ഒന്നും സംഭവിക്കുന്നില്ല. അവർ പറയുന്നത് എന്താണ്? പ്രയാസം ഉണ്ടാകുമ്പോ ഇന്നാ ലില്ലാഹ്, ഞങ്ങളെല്ലാം അള്ളാഹുവിങ്കൽ നിന്നുള്ളവരാണ്, അള്ളാഹുവിനുള്ളതാണ്, അള്ളാഹുവിലേക്ക് തന്നെ മടങ്ങിപ്പോകും. ഈ ചിന്ത എവിടെ നിന്നാണ് സമാധാനം ഉണ്ടാക്കുന്നത്? നേരത്തെ പറഞ്ഞ എല്ലാത്തിൻ്റെയും സംഗമമാണ് ഈ സബ്ർ എന്ന് പറഞ്ഞാൽ. നേരത്തെ നമ്മൾ പറഞ്ഞതിൻ്റെ എല്ലാം സംഗമമാണ് ഇന്നാ ലില്ലാഹ്. നമ്മളൊന്നും കഷ്ടപ്പെട്ടിട്ടൊന്നല്ല നമ്മളിവിടെ ഉണ്ടായത്. നമുക്ക് ഇത്രയും ഉണ്ടായതും നമ്മൾ കഷ്ടപ്പെട്ടിട്ട്, എല്ലാം അള്ളാഹു തന്നതാണ്. ഇനിയും അള്ളാഹു തരും. എല്ലാ പ്രയാസങ്ങളെയും അള്ളാഹു നീക്കം ചെയ്യും. അവിടെ നിന്ന് ഈ ചെറിയ ചെറിയ പ്രയാസങ്ങൾക്കെല്ലാം അപ്പുറം മറ്റൊരു വലിയ ലോകത്തിലേക്ക് ഞാൻ കടന്നു പോകും. അതിൻ്റെ മുമ്പിൽ ഇതെല്ലാം വളരെ ചെറുത്. ഇതൊക്കെ അവസാനിക്കൂലേ? രോഗാണോ? രോഗം മരണത്തോടു കൂടി കഴിയും. ദാരിദ്ര്യാണോ? മരണത്തോടു കൂടി. എല്ലാത്തിൻ്റെയും അവസാനം എന്താണെന്നറിയോ? എല്ലാ സങ്കടങ്ങളുടെയും എല്ലാ സന്തോഷങ്ങളുടെയും എൻഡ് അൽ മൗത്ത്, മരണം. അവിടെ നിന്ന് തുടങ്ങുന്ന യഥാർത്ഥ ജീവിതം അതാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നതിൻ്റെ സാരം. ഇത്രയധികം. അതോടൊപ്പം തന്നെ ഇതൊക്കെ എനിക്ക് റബ്ബ് റെഡിയാക്കി തരുമെന്നുള്ള ഹുസ്നുൽ ദന്നു ബില്ലാഹ് മറ്റൊരു ആയുധമാണത്. അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ചിന്തകൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പ്രവാചകൻ മരിക്കുന്നതിൻ്റെ മുമ്പേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. പ്രവാചകൻ മരിക്കുന്നതിൻ്റെ 3 ദിവസം മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ യമൂതുന്ന അഹദുഹും ഇല്ലാ വഹുവ യുഹ്സിനുൽ ദൻ. നിങ്ങളിൽ ഒരാളും തന്നെ അള്ളാഹുവിനെ കുറിച്ച് നല്ല ചിന്തയുള്ളവരായിട്ടല്ലാതെ മരിച്ചു പോകരുത് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ചിന്ത, ഇതൊക്കെ അള്ളാഹു മാറ്റിത്തരും. അതല്ലെങ്കിൽ പ്രശ്നങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും, അതിനെ അതിജീവിക്കുവാനുള്ള മനക്കരുത്ത് അള്ളാഹു എനിക്ക് നൽകും. അങ്ങനെ 2 തരത്തിൽ അള്ളാഹു പ്രയാസങ്ങളെ പരിഹരിക്കും. ഒന്ന് പ്രയാസത്തെ നീക്കും,
ചിലപ്പം പ്രയാസങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും. അതിനെ പ്രതിരോധിക്കുവാനുള്ള മനക്കരുത്ത് അല്ലാഹു നമുക്ക് നൽകും. അവസാനമായി നമ്മളായിട്ടുണ്ടാക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് സമർപ്പണം. അതായത് തിന്മകളാണ് ഏറ്റവും വലിയ സംഘർഷം എന്ന് പറഞ്ഞാൽ തിന്മയാണ്. നമ്മൾ ചെയ്യുന്ന തിന്മയാണ് ഏറ്റവും വലിയ അസമാധാനത്തിൻ്റെ ഹേതു. തിന്മകൾ മനുഷ്യന് സമാധാനം കെടുത്തുന്നുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ബിസ്സിൽമി കാഫ, സത്യവിശ്വാസികളെ നിങ്ങൾ പരിപൂർണമായി സിൽമിൽ പ്രവേശിക്കണം, സമർപ്പണ ബോധമുള്ളവരാകണം. വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. നിങ്ങൾ ഒരിക്കലും പിശാചിൻ്റെ കാൽപ്പാടുകളെ പിന്തുടരാൻ പാടില്ല. ഈ പറഞ്ഞതിൻ്റെ എല്ലാം വിപരീതമായ തലങ്ങളിലേക്കാണ് പിശാച് നമ്മളെ കൊണ്ടുപോവുക. സമാധാന ലോകത്തു നിന്നും അസമാധാന ലോകത്തിലേക്കാണ്. നൈമിഷിക ലോകത്തിലെ അസമാധാനവും അനശ്വരമായ ലോകത്തിലെ അസമാധാനവുമാണ് പിശാച് സംഭാവന ചെയ്യുന്നത്, സമ്മാനമായി നൽകുന്നത്. എന്നാൽ അള്ളാഹു സമ്മാനമായി നൽകുന്നത് സമർപ്പണത്തിലൂടെ അനശ്വരമായ ലോകത്തിലെ സമാധാനവും അതുവഴി നൈമിഷികമായ ലോകത്തിലെ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ക്ലേശങ്ങളിലുമെല്ലാം അതിജീവിക്കുവാനുള്ള മനക്കരുത്തും സമാധാനവുമാകുന്നു അള്ളാഹു നമുക്ക് വിഭാവനം ചെയ്യുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ പൂർണ്ണമായ സമർപ്പണ ബോധമുള്ള മുസ്ലിമായി ജീവിക്കുവാൻ, എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടോ പോരായ്മകളുണ്ടോ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് ജീവിക്കുവാൻ, ജീവിതത്തിൽ നിന്ന് തിന്മകളെ പരിപൂർണമായി വിഭാടനം ചെയ്ത് തിന്മകൾ ചെയ്തു പോയത് അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് ജീവിക്കുവാനുള്ള ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കണം. അതിൻ്റെ തൗഫീക്കിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറിൽ ഖൽഖി മുഹമ്മദിൻ വആലിഹി വസഹാബത്തിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, ഇതിൻ്റെ ഭാഗമായി അടുത്ത വ്യാഴാഴ്ച അഥവാ 22-ാം തീയതി അതിനു ശേഷം മംഗളത്തിൽ സംഘടിപ്പിക്കുന്ന പഠന ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. നിർഭയത്വം പകർന്ന ജീവിതം ജീവിത ദർശനം എന്ന വിഷയത്തെ ആസ്പദമാക്കി അബ്ദുസ്സലാം സലാഹി സംസാരിക്കുന്നതാണ്. അടുത്ത വ്യാഴാഴ്ച അതിനു ശേഷം അതുപോലെ ഈ ക്യാമ്പയിൻ്റെ സമാപന സമ്മേളനം മസ്ജിദ് കെട്ടിയിൽ വെച്ച് ഓഗസ്റ്റ് 1-ാം തീയതി വെള്ളിയാഴ്ച നടക്കുന്ന വിവരം അറിയിക്കുകയാണ്. എല്ലാവരെയും ആ പരിപാടിയിലേക്ക് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. നമ്മുടെ തന്നെ മതസേനയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിന് വേണ്ടി മുഹമ്മദ് അഷ്റഫ് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സഹോദരന്മാരെ, നമുക്കൊക്കെ അറിയാം, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ സെപ്റ്റംബറോടുകൂടി കുവൈത്ത് കേരള ഇസ്ലാമിക് സെന്റർ കുവൈത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന ഇസ്ലാമിക മദ്രസ പുനരാരംഭിക്കുന്നു. ഈ വിഷയത്തിൽ നമ്മുടെ നല്ല ഒരു ശ്രദ്ധ ഉണ്ടാകേണ്ടതുണ്ട്. അതിൽ പ്രധാനമായും സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ മദ്രസ വിദ്യാർത്ഥികൾക്കുള്ള നമ്മുടെ മദ്രസ ബുക്കുകൾ നമ്മൾ ഒരുപാട് വ്യക്തികളുടെ കൈകളിൽ കൊടുത്തയച്ചിട്ടുണ്ട്. പല ഭാഗത്തുള്ള കുവൈത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഫാമിലികൾ, നിങ്ങളുടെ ആരെങ്കിലും കയ്യിൽ ആ സാധനം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വരുന്ന ആളുകളുണ്ട്. അവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് മദ്രസ സംവിധാനം വളരെ കുവൈത്തിന്റെ ചരിത്രത്തിൽ തന്നെ മലയാളികൾക്ക് ഇസ്ലാമിക മദ്രസ സംവിധാനം അതിനുശേഷം ഒരുപാട് മദ്രസകൾ കുവൈത്തില് ഉണ്ടായിട്ടുണ്ട്. അതിനെ തുടർന്നുകൊണ്ട് പക്ഷെ ഇന്നും ഇസ്ലാമിക് സെന്ററിന്റെ അതിന്റെ ആദർശവും അതിന്റെ അജയ്യതയും വലിയതായതുകൊണ്ട് വിജയകരമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ നമ്മുടെ കുട്ടികളുള്ള വീടുകളിൽ
നമ്മൾ ചെന്ന് നമ്മുടെ മദ്രസയെ പരിചയപ്പെടുത്തുകയും നമ്മുടെ ലിങ്കുകൾ അയച്ചിട്ട് എല്ലാ ആൾക്കാരും വാട്സാപ്പിൽ മദ്രസ ലിങ്കുകൾ ഉണ്ടാകുന്നത് അവർക്ക് നൽകി അവരെ നമ്മുടെ മദ്രസയുമായി അടുപ്പിക്കണം എന്ന് പ്രത്യേകം അപേക്ഷിക്കുകയാണ്. അസ്സലാമു അലൈക്കും. അതോടൊപ്പം തന്നെ ശനിയാഴ്ച നമ്മുടെ സഹോദരൻ നാട്ടിൽ നിന്ന് വന്ന